നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള എന്ന സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നാഷണൽ മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടാണ് പഠിക്കാറ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലെ കുറേ കാലം യൂറോപ്യന്മാരുടെ, അതിൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ കയ്യിലാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന ദേശീയ പ്രക്ഷോഭങ്ങൾ, അതായത് ഈ പറയുന്ന ബ്രിട്ടീഷിനെതിരെ അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തികൾക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾ, സമരങ്ങൾ, അതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള, മലയാളത്തിലാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, മലയാളത്തിലാണെങ്കിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ അറിയാവുന്നുള്ളൊരു കാര്യമാണ്, നമ്മുടെ കേരളത്തിലേക്കാണ് ആദ്യം ആര് വരുന്നത്, യൂറോപ്യന്മാർ വരുന്നത്. അവർ വന്നിരുന്നു അല്ലെ, കോഴിക്കോട് സാമൂതിരിയുടെ അടുത്ത് വന്നിരുന്നു. അത് കഴിഞ്ഞ് കോലത്തിരിയുടെ അടുത്ത് പോയി, പിന്നെ കൊച്ചിയിലേക്ക് വന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് ഈ പറയുന്ന കേരളം എന്ന് പറയുന്നതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ താഴെയായിട്ട് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി തിരുവിതാംകൂർ എന്ന് പറയാം. ഇവിടെയാണെങ്കിൽ കൊച്ചി, ഇവിടെയാണെങ്കിൽ കോഴിക്കോട്, അതുപോലെ കോലത്തിരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ രീതികളാകെ മാറി. പ്രധാനമായിട്ടും 3 ശക്തികളായിട്ട് മാറി. അതായത് ഈ പറയുന്ന താഴത്തെ ഭാഗത്ത് തിരുവിതാംകൂർ, ഈ മുകളത്തെ ഭാഗത്ത് കൊച്ചി. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ സാമൂതിരിയും ഉണ്ടായിരുന്ന കോഴിക്കോടും അതുപോലെ കോലത്തിരി ഉണ്ടായിരുന്ന കോലത്തുനാടും ഒക്കെ എന്തായിട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ ആയിട്ടാണ് മാറുന്നത്. അതായത് മലബാർ പ്രസിഡൻസി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു ഈ പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പറയുന്ന കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുടെ കീഴിൽ തന്നെയാണ്, പക്ഷെ ഭരിക്കുന്നത് ആരാണ്, രാജാവാണ്. ഈ ഒരു അവസ്ഥയായിരുന്നു ഈ പറയുന്ന ഒരു 1700കളുടെയൊക്കെ ശേഷം, ഒക്കെ ഒരു 1700 കഴിയുന്ന സമയത്ത് ഇവിടെ സംഭവിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സാമൂതിരിക്കും കോലത്തിരിക്കും ഒക്കെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥലങ്ങളൊക്കെ ആദ്യം നമ്മുടെ ടിപ്പു സുൽത്താൻ, മൈസൂരുണ്ടല്ലോ, കർണാടക മൈസൂരിൽ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചടക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയിട്ട് ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഉണ്ട്, ഒരു ഉടമ്പടിയുണ്ട്. അത് ഒപ്പുവെച്ചിട്ട് ഈ ഭാഗം മൊത്തം ആരുടെ കയ്യിലാവും, നേരെ ബ്രിട്ടീഷുകാരുടെ കയ്യിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മലബാർ മാത്രം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പോയത്. കൊച്ചിയിലും തിരുവിതാംകൂറിലും എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആ ബ്രിട്ടീഷുകാരോട് ചെന്നു, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും, വേണ്ട നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങളോടൊപ്പം നിൽക്കാം, നിങ്ങളുടെ ഒരു താഴെയായിട്ട് നിന്ന് ഞങ്ങൾ ഭരിക്കാമെന്ന് പറഞ്ഞിട്ട് കൊച്ചിയും തിരുവിതാംകൂറും എന്തായിട്ട് മാറുന്നു, ഈ സാമന്ത രാജാക്കന്മാരെന്നൊക്കെ പറയുന്ന പോലെ ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ രാജാക്കന്മാർക്കൊക്കെ ആണെങ്കിലും അവിടെ ഉള്ള പലർക്കും, അതായത് പല നാടുവാഴികൾക്കും അതുപോലെ പ്രമാണികൾക്കും അതുപോലെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്രിമാരവിടെ ഉണ്ടായിരുന്നു, രാജ്യങ്ങളല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇത് അത്ര ഇഷ്ടമായിരുന്നില്ല, ജനങ്ങൾക്കും അത്ര ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇതിനെതിരെ പല പല പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു. അത്തരം പ്രക്ഷോഭങ്ങൾ രാജാവിൻ്റെ കാലത്ത് തുടങ്ങുന്നു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കാര്യമൊന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ല, നേരത്തെ കോഴിക്കോട് സാമൂതിരി എന്നൊക്കെ പറഞ്ഞു, ഇപ്പം നേരെ മലബാർ എന്ന് പറയുന്നു, അപ്പോൾ എന്തുകൊണ്ട് അത് വന്നതെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. ശരി, അങ്ങനെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടെങ്കിൽ, തിരുവിതാംകൂറിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ സൈഡിൽ കൂടി പോകുമ്പോൾ ഈ ഒരു ശില്പം കണ്ടിട്ടുണ്ടാകും. പണ്ട് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന കുളച്ചൽ യുദ്ധം എന്ന് പറയുന്ന യുദ്ധമുണ്ട് 1741. ആരൊക്കെ തമ്മിലാണ്, അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുള്ള മാർത്താണ്ഡവർമ്മയും അതുപോലെ ആരാണ്, നമ്മുടെ ഡച്ച് സൈന്യമായിട്ടൊരു യുദ്ധം നടന്നു കുളച്ചൽ, തമിഴ്നാട്ടിലെ കുളച്ചലിൽ വെച്ചിട്ട്. പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു യൂറോപ്യന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് നമ്മുടെ തിരുവിതാംകൂർ എന്ത് ചെയ്തു, ഇവിടെ ജയിച്ചു. ഓക്കെ, അങ്ങനെ ജയിച്ച ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മെമ്മോറിയലാണ് അവിടെ ഈ പറയുന്ന പാങ്ങോട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, യൂറോപ്യന്മാർ പറയുന്നതൊക്കെ കേട്ടിരുന്നു എങ്കിലും യൂറോപ്യന്മാരെയും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന കുളച്ചൽ യുദ്ധം. അപ്പോൾ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തിക്ക് ഇന്ത്യയിൽ ഏറ്റ പരാജയം എന്ന് പറയുന്ന ഏതാണ്, കുളച്ചൽ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അത്രയധികം പ്രാധാന്യമുള്ള ഒന്നാണ് കുളച്ചൽ യുദ്ധം. പക്ഷേ പിന്നീട് ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ പിന്മുറക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഒപ്പുവെച്ചിട്ട് അവരുടെ കീഴിലോട്ട് പോകുന്നുണ്ട്. സോ അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ യൂറോപ്യന്മാർ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യ പല പല നാട്ടുരാജ്യങ്ങളായിരുന്നു അല്ലെ, ട്രേഡിന് വേണ്ടിയിട്ട് വന്നു. പിന്നീട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോ സ്ഥലത്തെയും അധികാരങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അധികാരങ്ങൾ പിടിച്ചെടുത്ത് തുടങ്ങിയ സമയത്തേക്കും പ്രശ്നങ്ങളും ഉണ്ടായി. അവിടെയാണ് പറയുന്നത് മലബാർ റീജിയൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് അവരുടെ റൂളിലായിരുന്നു. പിന്നീട് വരുന്നതാണ് കൊച്ചിയും തിരുവിതാംകൂറും പ്രിൻസിലി സ്റ്റേറ്റുകളായിരുന്നു. പ്രിൻസിലി സ്റ്റേറ്റുകളായിരുന്നു എന്ന് വെച്ചാൽ
ഈ പറയുന്ന ബ്രിട്ടീഷിൻ്റെ കീഴിൽ വരുന്നതാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ രാജാവ് ഭരിക്കുമെങ്കിലും രാജാവിന് മുകളിലായിട്ട് ഒരു ആളുണ്ടാവും. ഓക്കെ, പല പേരുകൾ പറയും. ഓക്കെ, പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ പേരിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും. അവരായിരിക്കും കാര്യങ്ങൾ മെയിനായിട്ട് തീരുമാനിക്കുന്നത്. അത് രാജാവിലൂടെ ആ രാജ്യത്തേക്ക് എത്തിക്കും. രാജാവിനും രാജ്യം ഭരിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് മലബാറിൽ ഒരു പ്രശ്നം ഉണ്ടാകും. മലബാറിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കടാ, ഈ കാണുന്ന മാപ്പാണ് മലബാറിന്റെ മാപ്പ്. മലബാർ കണ്ടല്ലോ, മാപ്പ് ഓഫ് മലബാർ ഡിസ്ട്രിക്ട്. ഇതാ കണ്ടോ, കൊച്ചി ആൻഡ് ട്രാവൻകൂർ. അപ്പോൾ ഇതിനു ശേഷം കൊച്ചി, പാലക്കാട്, മലപ്പുറത്തിന്റെ ഭാഗം, കോഴിക്കോട്, ആ ഭാഗങ്ങളൊക്കെയാണ് എന്ത് ഇവിടുന്ന്. കണ്ണൂരിന്റെ ഭാഗം എന്തായിരുന്നു? ഓക്കെ, കാസർഗോഡൊക്കെ അന്ന് ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഭാഗമായിട്ടല്ലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോട്ടയം നിങ്ങൾ കണ്ടു. നമ്മൾ ഇന്നത്തെ കോട്ടയമല്ല, അന്നത്തെ നോർത്ത് കേരളയിലെ കോട്ടയം. ഈ കോട്ടയം രാജവംശത്തിൽപ്പെട്ട ഒരു രാജാവായിരുന്നു നമ്മുടെ സ്വന്തം പഴശ്ശിരാജ. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് അറിയായിരിക്കും. അപ്പോൾ പഴശ്ശിരാജ എന്ന് പറയുന്ന രാജാവ് ഈ പറഞ്ഞ കോലത്തിരിയൊക്കെ ഡിവൈഡ് ചെയ്ത് പോയിട്ട് ഈ കോലത്ത് നടക്കുന്ന ചെയ്തു. കുറേ കാലം കഴിഞ്ഞപ്പോൾ സ്പ്ലിറ്റ് ആയിപ്പോയി. അപ്പോൾ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി, നാട്ടുരാജ്യത്തിന് ഓരോ തലവന്മാരൊക്കെ ഉണ്ടായി. അങ്ങനെ കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു കേരളവർമ്മ പഴശ്ശി രാജ. നിങ്ങളെല്ലാവർക്കും മനസ്സിൽ ഓർമ്മ വന്നത് മമ്മൂട്ടിയായിരിക്കും. അതെ, ആ സിനിമയിൽ പറയുന്ന കഥ തന്നെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒന്ന് ഓർത്തെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യകാലത്ത് ഈ പറയുന്ന സ്ഥലം ആർക്കെതിരായിരുന്നു? ഈ പറയുന്ന ഭാഗമൊക്കെ എവിടെയായിരുന്നു? നമ്മൾ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. അതിന് മുകളിലാണ് മൈസൂർ ഉണ്ടായത്. അപ്പോൾ മൈസൂരിനെ തകർക്കാൻ ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടിയിലുണ്ടായിരുന്നു ആര്? നമ്മുടെ പഴശ്ശിരാജ. അപ്പോൾ പഴശ്ശിരാജ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരുടെ കമ്പനിയായിരുന്നു, ഫ്രണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂരിലെ ടിപ്പു സുൽത്താനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ടിപ്പു സുൽത്താനാണ് ഇവിടെ ഓട്ടൊക്കെ എപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ശല്യക്കാരൻ. അങ്ങനെ ഇരിക്കെ ശ്രീരംഗപട്ടണം ട്രീറ്റി, അതായത് ഈ പറയുന്ന ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറഞ്ഞ യുദ്ധമാണ് നടക്കുന്നത്. യുദ്ധത്തിന്റെ ഫലമായിട്ട് മൈസൂർ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി? ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒത്തിരി ആരുടെ കീഴിലായി? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ബ്രിട്ടീഷുകാരുടെ കീഴിലായി. അപ്പോൾ പറഞ്ഞതിനനുസരിച്ച് പഴശ്ശി രാജയ്ക്ക് കോട്ടയം എന്ന് പറയുന്ന ഈ പ്രദേശം കൊടുക്കാമെന്നും അവിടുത്തെ നികുതി പിരിക്കാനുള്ള അധികാരം കൊടുക്കാമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് നമ്മുടെ പഴശ്ശിരാജ ഈ പറയുന്ന ബ്രിട്ടീഷുകാരെ കൊടുക്കുന്നത്. പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആരുടെ നിറം മാറി? ബ്രിട്ടീഷുകാരുടെ നിറം മാറി. അവർ കുറുമ്പ്രനാട് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ആണ്. ഈ പറയുന്ന നമ്മുടെ സിനിമയിൽ തിലകൻ ചെയ്ത ക്യാരക്ടറാണെന്ന് തോന്നുന്നു. കുറുമ്പ്രനാട് എന്ന് പറയുന്ന വീരവർമ്മ എന്ന് പറയുന്ന രാജാവിനാണ് അധികാരം കൊടുത്തത്. കാരണം വീരവർമ്മ കുറച്ചുകൂടി നല്ല ഓശാനിച്ച് ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുമായിരുന്നു. അപ്പോൾ നോർമലി പഴശ്ശിരാജയ്ക്ക് എന്ത് പറ്റി? പഴശ്ശിരാജയ്ക്ക് കലിപ്പായി. സത്യം പറഞ്ഞാൽ ഈ യുദ്ധം ഒരു 2 സെക്ഷനായിട്ടാണ് നടക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഒന്നാം പഴശ്ശി കലാപവും രണ്ടാം പഴശ്ശി കലാപം എന്ന് പറഞ്ഞ 2 എണ്ണം ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി പറയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ജസ്റ്റ് ബ്രിട്ടീഷുകാരായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് പറഞ്ഞു, കോട്ടയത്തുള്ള നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. സോ ആസ് യൂഷ്വൽ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഞങ്ങൾ തട്ടിക്കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ ശരി വാടാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആരായി? നമ്മുടെ പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധമായി. പക്ഷെ കോട്ടയത്ത് നിന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, കാരണം ഈ പറയുന്ന ഭാഗം മൊത്തം ബ്രിട്ടീഷുകാരായില്ല. അപ്പോൾ ഇവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ്, കാടാണ്. അപ്പോൾ നമ്മുടെ പഴശ്ശിരാജ നേരെ എങ്ങോട്ട് പോയി? കാട്ടിലോട്ട് പോയി. പഴശ്ശിരാജ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരുമായിട്ട് എങ്ങോട്ട് പോയി? വയനാട്ടിൽ പോയി. വയനാട്ടിൽ ചെന്നിട്ട് അവിടെ ഗറില്ല വാർഫെയർ അല്ലെങ്കിൽ ഒളി യുദ്ധങ്ങൾ നടത്തി. അങ്ങനെ ഒളി യുദ്ധം നടത്തിയപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് ആകെ ബുദ്ധിമുട്ടായി. പല വഴികളും അവരെന്ത് ചെയ്തു നോക്കി, ഒന്നും എന്ത് ചെയ്തില്ല, നടന്നില്ല. അങ്ങനെ അവർക്ക് ഒരു തലവേദനയായിട്ട് മാറി. കാരണം ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ പണിയാകുമെന്ന് ആർക്ക് മനസ്സിലായി? ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അപ്പോൾ അവർ മാക്സിമം ഈ വയനാട്ടിലോട്ടുള്ള അക്സസ് എത്താനായിട്ട് പുതിയ റോഡുകൾ വെട്ടി, അതുപോലെ ഈ പറഞ്ഞ വയനാട്ടിലോട്ട് അരിയും സാധനങ്ങൾ കൊണ്ടുവരണമല്ലോ, അതൊക്കെ അവർ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്ത് അങ്ങനെ പറ്റാവുന്ന വഴിയൊക്കെ നോക്കി അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? പഴശ്ശിരാജയെ അവർ വധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യുദ്ധത്തിൽ പഴശ്ശിരാജ നോക്കുന്നുണ്ട്. പക്ഷെ ആദ്യകാല റെസിസ്റ്റൻസിൽ ഒന്നാണ് അപ്പോൾ പഴശ്ശി കലാപം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പാരഗ്രാഫ് വായിക്കണം. ദ കേരളവർമ്മ പഴശ്ശിരാജ വാസ് എ മെമ്പർ ഓഫ് ദ കോട്ടയം റോയൽ ഫാമിലി ഇൻ ദ നോർത്തേൺ മലബാർ. അപ്പോൾ നോർത്തേൺ മലബാർ എന്ന് പറയുന്ന ഈ ഭാഗമാണല്ലോ. മലബാറിലെ കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു. ഇൻ ദ ഏർലി ഡേയ്സ്, അത് ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഈ പറയുന്ന മൈസൂർ റൂളേഴ്സുമായിട്ടുള്ള യുദ്ധത്തിൽ സഹായിച്ചിരുന്നു ആര്? പഴശ്ശി രാജ. എഗ്രിമെന്റ് എന്തായിരുന്നു? എന്ന് വെച്ചാൽ പഴശ്ശി വുഡ് ബി ഗിവൺ ദ പവർ ടു കളക്ട് ടാക്സസ് ഇൻ ദ കോട്ടയം ഏരിയ. കോട്ടയം ഭാഗത്തിന് ടാക്സ് കളക്ട് ചെയ്യാൻ പഴശ്ശിയെ ഏൽപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഹവർ സിറ്റുവേഷൻ ചേഞ്ച്ഡ്. എന്ത് പറ്റി? വെൻ മലബാർ കെയിം അണ്ടർ ദ റൂൾ ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദേ ത്രൂ ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. അതായത് ശ്രീരംഗപട്ടണം ട്രീറ്റിയാണ് ടിപ്പു സുൽത്താനും ഈ പറയുന്ന ബ്രിട്ടീഷായിട്ട് ഒപ്പിട്ടിട്ട് ടിപ്പു തോക്കുന്നു.
അപ്പോൾ ഈ പറയുന്ന സ്ഥലം അത്രയും ബ്രിട്ടീഷിൻ്റെ കയ്യില്ല. എന്ത് പറ്റി? ബ്രിട്ടീഷ് ഹാൻഡഡ് ഓവർ ദ പവർ ടു കളക്ട് ടാക്സ് ഇൻ ദ കോട്ടയം ടു പഴശ്ശീസ് അങ്കിൾ ദ കുറുമ്പ്രനാട് കിങ് വീരവർമ്മ. അങ്ങനെ ആർക്ക് കൊടുത്തു? തിലകന് കൊടുത്തു, വീരവർമ്മയ്ക്ക് കൊടുത്തു. ഹു വാസ് ലോയൽ ടു ദ, അവരുമായിട്ട് ലോയലായിരുന്നു. ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പഴശ്ശിരാജ എന്ത് പറഞ്ഞു? അപ്പീൽഡ് ടു ദ പീപ്പിൾ നോട്ട് ടു പേ ടാക്സസ് ടു ദ ന്യൂ റൂളേഴ്സ്. പുതിയ റൂളേഴ്സിന് ടാക്സ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അത് കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ എന്തായി? ഒരു യുദ്ധത്തിലോട്ട് മാറി. അങ്ങനെ യുദ്ധം തുടങ്ങുന്നു, പല പല പ്രശ്നങ്ങൾ നടക്കുന്നു. പഴശ്ശിരാജ എന്ത് ചെയ്യുന്നു? ദ ബേസ് വാസ് ഷിഫ്റ്റഡ് ടു വയനാട്. ബേസ് എങ്ങോട്ട് മാറ്റി? വയനാട്ടിലോട്ട് മാറ്റി. ദ ലോക്കൽ പീപ്പിൾ വെയർ ആഡ്, അല്ലെ, സാധാരണക്കാരെയൊക്കെ കൂടെ കൂട്ടി അവർ രാജാവിന് ഇഷ്ടമായിരുന്നു. ഗറില്ല വാർഫെയർ വാസ് വെയ്ജ്ഡ്, എന്ന് വെച്ചാൽ ഒളിയുദ്ധം. അതായത് ഈ കാടെന്ന് വെച്ചാൽ ഭയങ്കര നിബിഡം, അല്ലെ, നിബിഡമായ വനമാണ്. അകത്തോട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ഓരോ വഴി കൂടി കയറുന്നു, 4 ചുറ്റും അമ്പ് വരുന്നു. കാരണം കുറിച്യർ എന്ന് പറയുന്ന അവിടുത്തെ ആദിവാസി വിഭാഗമാണ്. അവരൊക്കെ ആരുടെ സപ്പോർട്ടായിരുന്നു? നമ്മുടെ മനോജ് കെ ജയൻ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, തലക്കൽ ചന്തു. അപ്പോൾ തലക്കൽ ചന്തു കുറിച്യർ ലീഡർ ആയിരുന്നു. അപ്പോൾ കുറിച്യർ മൊത്തം കൂടെയായി. അവിടുത്തെ നായർ ചീഫായിരുന്നു നമ്മുടെ ആരാണ്? ശരത് കുമാർ ചെയ്ത എടച്ചേന കുങ്കൻ. പിന്നെ നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ ഉണ്ടല്ലോ, കൈതേരി അമ്പു. പേരെന്തുമായിരുന്നു ഇയാളുടെ? മറന്നുപോയി. കൺവിൻസിങ് സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുമല്ലോ ആരാന്നുള്ളത്, അല്ലേ? പുള്ളിക്കാരൻ എന്താണ്? കൈതേരി അമ്പു. അതുപോലെ കണ്ണവത്ത് ശങ്കരൻ, അതുപോലെ എന്താണ് പള്ളൂർ ഏമൻ എന്നുള്ള നായർ പ്രമാണിമാരും ഇവരുടെ കൂടെ നിന്നു. സ്ട്രോങ് ആയിട്ട് യുദ്ധം നടന്നു. മനസ്സിലായി? തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ്. സോ എന്ത് പറ്റി? ഇറ്റ് ഈസ് ദ ബ്രിട്ടീഷ് റിലീസ്ഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി നോട്ട് ഈസി ടു ഡിഫീറ്റ് പഴശ്ശി ഹു ഹാഡ് പുട്ട് എ സ്ട്രോങ് ഡിഫൻസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ പീപ്പിൾ ഇൻ വയനാട്. അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിൻ്റെയൊക്കെ ഫുൾ കാര്യങ്ങൾ യൂസ് ചെയ്ത് അവർ നല്ല സെറ്റായിട്ട് അവിടെ സെറ്റായി. അപ്പോൾ എന്ത് പറ്റി? ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ തോറ്റു പോകുന്ന ശീലമില്ല. അവർ അത്യാവശ്യം ശക്തരാണല്ലോ. അവരെന്ത് ചെയ്തു? മിലിറ്ററി ക്യാമ്പ്സ് വെയർ സെറ്റപ്പ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. പ്രധാന സ്ഥലങ്ങളിലൊക്കെ മിലിറ്ററി ക്യാമ്പ് കൊണ്ടുവന്നു. അതായത് പറ്റിയെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വയനാടിൻ്റെ ഭാഗത്തോട്ട് മൈസൂരിൽ നിന്ന് ഇങ്ങോട്ടും അതുപോലെ ഇവിടെ നിന്ന് എങ്ങോട്ടും ഒരേ സമയം അവർ എന്ത് ചെയ്തു? പട നയിച്ചു, വഴികൾ വെട്ടി. എന്നിട്ട് എന്ത് പറ്റി? ന്യൂ റോഡ്സ് വെയർ ബിൽറ്റ്, റൈസ് സപ്ലൈ ടു വയനാട് വാസ് കട്ട് ഓഫ്, എ റിവാർഡ് വാസ് അനൗൺസ്ഡ് ഫോർ ദോസ് ഹൂ വുഡ് നാബ് ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദ റെബലിയൻ. എന്ന് വെച്ചാൽ ഇതാ കണ്ടോ, 3000, 1000, അന്നത്തെ കണക്ക് വലിയ തുകയാണ്. ഓക്കെ, ഈ ഓരോ വ്യക്തികളുടെയും തലയ്ക്ക് വില പറഞ്ഞേക്കുന്നുണ്ടോ? എടച്ചേനക്കുങ്കൻ 1000, പള്ളൂർ രായരപ്പൻ 300, പള്ളൂർ ഏമൻ 1000, രവിവർമ്മ രാജ, എനിക്കൊന്നും ദേവൻ ചെയ്ത ക്യാരക്ടറാന്ന് തോന്നുന്നു, വീരവർമ്മ രാജ, അതുപോലെ എന്താണ് കേരളവർമ്മ പഴശ്ശിരാജയ്ക്കൊക്കെ ഓരോ പൈസ ഇങ്ങനെ സെപ്റ്റ് ചെയ്തു. ഈ പൈസ നമ്മൾ പഗോഡ എന്നാണ് അന്നത്തെ വിനിമയം എന്ന് പറഞ്ഞാൽ. പഗോഡയൊക്കെ പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും ഒറ്റ വന്നു, ഉറപ്പാണ്. ജനങ്ങളല്ലേ, കാശ് കിട്ടിയപ്പോൾ പലരും എന്ത് ചെയ്തു? ഒറ്റി ഇങ്ങനെ ഇവരുടെ പല കാര്യങ്ങളും പുറത്തറിഞ്ഞു. ഇനി യുദ്ധത്തിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾ നെപ്പോളിയൻ കേട്ടിട്ടുണ്ടോ? ഈ നെപ്പോളിയനെ വാട്ടർലൂ യുദ്ധത്തിൽ തോൽപ്പിച്ച ആർതർ വെല്ലസ്ലി എന്ന് പറയുന്ന സൈനിക മേധാവിയുണ്ട്. അയാളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പഴശ്ശിരാജ. അപ്പോൾ ആലോചിക്കണം, നെപ്പോളിയൻ ആരാ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അല്ലേ? ഈ നെപ്പോളിയനെ പൊളിച്ച ആളെ തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? നമ്മുടെ പഴശ്ശിരാജയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ടാലന്റഡ് മിലിറ്ററി കമാൻഡേഴ്സ്, പേര് പറയുന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആർതർ വെല്ലസ്ലിയാണ്, വേർ അപ്പോയിന്റഡ് ടു ഡീൽ വിത്ത് പഴശ്ശി ഹു ഹാഡ് ക്രിയേറ്റഡ് എ ക്രൈസിസ് ഫോർ ദ കമ്പനീസ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ എന്ത് പറ്റി? പുതിയ സബ് കളക്ടറായിട്ട് തോമസ് ഹാർവേ ബാബറെയും എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. അങ്ങനെ അവരുടെ സൂപ്പറായിട്ട് തലശ്ശേരി സബ് കളക്ടറായിട്ട് വരുന്ന ആളാണ് തോമസ് ഹാർവേ ബാബർ. അപ്പോൾ ഈ ബാബർ അല്ല, ബേബർ എന്നാണ് കറക്റ്റ് പറയുന്നത് കേട്ടോ. പക്ഷേ എന്നിട്ട് എന്ത് പറ്റി? ഈ പറയുന്ന നമ്മുടെ പഴശ്ശിയുടെ പല പല മെയിൻ ആൾക്കാരെ പിടിച്ചെടുത്തു, വധിച്ചു. നമ്മുടെ ഈ പറഞ്ഞ തലക്കിൽ ചന്തുവിനെയൊക്കെ എന്ത് ചെയ്യുന്നു? വധിക്കുന്നുണ്ട്. അങ്ങനെ പലരെയും പിടിച്ചെടുക്കുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു? അവസാനം നവംബർ 30, 1805 വയനാട്ടിലെ മാവിലന്തോടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം മരിക്കുന്നു. പല രീതിയിൽ മരിച്ചു എന്ന് പറയുന്നുണ്ട്, സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട്. സിനിമയിലാണെങ്കിൽ വെടിവെച്ച് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്, പലതും പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ബ്രിട്ടീഷുകാർക്ക് പോലും ഒരു ബഹുമാനം തോന്നത്തക്ക ഒരു ശക്തനായ ധീരനായ നേതാവായിരുന്നു ആര്? നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പറ്റി നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്ന ഒരാൾ ആയിരുന്നില്ല. അതായത് കണ്ടോ, ഇത് അന്നത്തെ ഈ പറയുന്ന ചീഫ് കളക്ടറായിട്ടുള്ള തോമസ് വാർഡന് അന്നത്തെ സബ് കളക്ടറായിട്ടുള്ള തോമസ് ഹാർവേ ബാബർ എഴുതിയൊരു കുറിപ്പാണ്. അതായത് അദ്ദേഹം ഒരു കലാപകാരിയൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് എന്താണ്? ആ പറയുന്ന നാട്ടിലെ നാട് വഴിയാണ്. അതുകൊണ്ട് എല്ലാ ബഹുമതിയോടും കൂടെ തന്നെ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെ അടക്കം ചെയ്യണമെന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അന്നത്തെ കളക്ടറിന് എഴുതിയൊരു കുറിപ്പ് പിന്നീട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത്രത്തോളം എതിരാളികൾ പോലും എന്ത് ചെയ്തിരുന്നു? ബഹുമാനിച്ചിരുന്ന വ്യക്തിയാണ് പഴശ്ശിരാജ എന്ന് പറയുന്നത്. അങ്ങനെ മാനന്തവാടിയിലാണ് അദ്ദേഹത്തിന്റെ എന്താണ് ഈ പറയുന്നത് ഡിസംബർ 31, 1805 മാനന്തവാടിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതായിരുന്നു ആദ്യകാലത്തെ ബ്രിട്ടീഷ് സ്ട്രഗിൾ. ഇത് മലബാർ റീജിയനിൽ. അപ്പൊ നമ്മുടെ കൊച്ചിയിലും തിരുവിതാംകൂറിലും ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ
തിരുവിതാംകൂറിൽ പ്രക്ഷോഭം നടത്തിയ ഒരാളാണ് ആര്. അപ്പോൾ ഈ പറഞ്ഞ മലയാളം മനസ്സിലാവുമല്ലോ. ഞാനിപ്പോൾ പ്രത്യേകിച്ച് വാക്കുകൾക്കൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന സംഭവം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കും. ഓക്കെ, ഇനി നമ്മളെ നോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ട് അവസാനം ഒരുമിച്ചൊന്ന് വായിച്ചു തരാം, അതായിരിക്കും നല്ലത്. അപ്പോൾ വിളംബര ഘോഷം മുഴക്കിയ ദളവ. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടറ വിളംബരത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡച്ചുകാരെയൊക്കെ പരാജയപ്പെടുത്തി, അതായത് ഈ പറഞ്ഞ ബ്രിട്ടീഷും യൂറോപ്യൻസും പേടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആര്, നമ്മുടെ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നൊക്കെ പറയുന്നത് മാർത്താണ്ഡവർമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ധർമ്മരാജ വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു രാജാവാണ് നമ്മുടെ ബാലരാമവർമ്മ. ഈ ബാലരാമവർമ്മ രാജാവിന്റെ, അതായത് 1805 ആ സമയത്ത് ബാലരാമവർമ്മ രാജാവിന്റെ പ്രധാനമന്ത്രി അതിനെ ദളവ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനത്തെ ദളവയായിരുന്നു ആര്, നമ്മുടെ ഈ പറയുന്ന വേലുത്തമ്പി ദളവ, ഇദ്ദേഹം. അപ്പോൾ വേലുത്തമ്പി ദളവ നിൽക്കുന്ന ആ ഒരു സമയത്ത് ബ്രിട്ടീഷിന്റെ അധികാരം ഇങ്ങനെ പതുക്കെ 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 തിരുവിതാംകൂറിലോട്ട് വരുന്ന സമയം. അങ്ങനെ ഇരിക്കെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ നമ്മുടെ ഈ പറയുന്ന ബാലരാമവർമ്മയായിട്ടൊരു ട്രീറ്റി ഒപ്പുവെച്ചിട്ട് മക്കാളെ എന്ന് പറയുന്ന, മക്കാളെ പ്രഭു എന്നൊക്കെ പറയും, ലോർഡ് മക്കാളെ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷ് റെസിഡന്റ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അധികാരങ്ങൾ മൊത്തം ആരുടെ കയ്യിലോട്ട് പോകും, ബ്രിട്ടീഷ് റെസിഡന്റിന്റെ കയ്യിലോട്ട് പോകും. അപ്പോൾ വേലുത്തമ്പി ദളവ പറഞ്ഞിരുന്ന പല നിയമങ്ങളും ഇയാൾ റദ്ദാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. സോ മക്കാളെ ക്യാൻസൽഡ് ദീസ് ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ തമ്പി അതിന്റെ ഇൻസിസ്റ്റഡ് ആൻഡ് ഇമീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ടാക്സ്. അതായത് ഈ പറയുന്ന ടാക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെ വേലുത്തമ്പി ദളവ മക്കാളയുമായിട്ട് തെറ്റുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. സോ ഇതാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ പ്രീവിയസ് ലെസൺ വി ഹാവ് ഡിസ്കസ്ഡ് ദ ആന്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ ഓഫ് ആറ്റിങ്ങൽ ഇൻ 1850. ആറ്റിങ്ങൽ കലാപമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ. അതുപോലെ ഡച്ചുകാരെ തോപ്പിച്ച് കുളച്ച യുദ്ധം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആര്, ദളവയുടെ പ്രൊട്ടസ്റ്റ്. വേലുത്തമ്പി ദളവ വാസ് എ ദളവ എന്ന് വെച്ചാൽ മിനിസ്റ്റർ ആണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ബാലരാമ വർമ്മ മഹാരാജ, who ruled Travancore in 1805. Okay, through an agreement signed between East India Company and the King of Travancore, marked the end of the political freedom of Travancore. അങ്ങനെ തിരുവിതാംകൂർ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അവസാനിക്കുകയും അഡ്മിനിസ്ട്രേഷൻ ആരുടെ കയ്യിലേക്ക് വരുന്നു, മെക്കാളയുടെ കയ്യിലേക്ക് വരികയും ചെയ്യുന്നു. മെക്കാളയാണ് അവിടുത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറയും. Along with this, Macaulay cancelled the orders issued by Veluthambi and insisted on the immediate payment of tax arrears owed by the കമ്പനി. അതായത് ഈ പറയുന്ന നികുതി പണമൊക്കെ ഉടനെ തന്നെ കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം. അതായത് കമ്പനി ഭയങ്കരമായ നികുതി എന്താണ് രാജാവിന് മേൽ ചുമത്തും. അപ്പൊ രാജാവ് എന്ത് ചെയ്യും, ഇത് ജനങ്ങൾക്ക് മേൽ ചുമത്തും. അത് എൻ്റെ എന്താണ്, ജനങ്ങൾ കഷ്ടപ്പെടും. അതാണ് സംഭവം നടക്കുന്നത്. അങ്ങനെ ഇങ്ങനെ വേലുത്തമ്പി ദളവയും ഈ പറഞ്ഞ ബ്രിട്ടീഷുമായിട്ട് കോൺഫ്ലിക്റ്റ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് മുകളിലാണല്ലോ കൊച്ചി ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ തിരുവിതാംകൂർ പറയുകയാണെങ്കിൽ ഇവിടെ തിരുവിതാംകൂർ ആണെങ്കിൽ അടുത്ത് കിടക്കുന്ന കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയുടെ പ്രൈം മിനിസ്റ്ററാണ് പാലിയത്തച്ചൻ. അപ്പോൾ പാലിയത്തച്ചനുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കരാർ ഒപ്പിട്ടിട്ട് മെക്കാളെ ഫിനിഷ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടക്കുന്നു. ഓക്കെ, കാരണം ഈ പാലിയത്തച്ഛനും എന്താണ് ഈ പറഞ്ഞ പോലെ മെക്കാളയുമായിട്ട് ദുരഭിമാനം ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ പാലിയത്തച്ഛൻ്റെ ശത്രുവിനെ മെക്കാളെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പാർപ്പിക്കുന്നു, അഭയം കൊടുക്കുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. സോ എന്താണ്, ഇവർ നമ്മൾ സീക്രട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കുകയും അതിന്റെ ഫലമായിട്ട് പാലിയത്തച്ഛൻ്റെ കൂടെ കൂടിയിട്ട് മെക്കാളെ ക്യാമ്പ് കൊച്ചിയിൽ വെച്ച് അറ്റാക്ക് ചെയ്യുകയും മെക്കാളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ പണിപാളി നടന്നില്ല, മെക്കാളെ എസ്കേപ്പായി. സോ എന്തായി, പാലിയത്തച്ഛനും അതുപോലെ വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷുകാരുടെ ശത്രുവായിട്ട് മാറി. അങ്ങനെ ഇരിക്കെ വേലുത്തമ്പി നമ്മുടെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലം, ഓക്കെ, കുണ്ടറ തിരുവിതാംകൂർ ഇപ്പൊ കൊല്ലത്താണ് അല്ലേ കുണ്ടറ, കളിമൺ ഫാക്ടറിയൊക്കെ ഉള്ള അല്ലെ. ഈ കുണ്ടറയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് കൊച്ചിയിലാണോ കുണ്ടറ, സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ കുണ്ടറയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, തിരുവിതാംകൂറിന്റെ ഭാഗമായ കുണ്ടറയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, 11 ജനുവരി 1809 1809 ഒരു പ്രൊക്ലമേഷൻ ജനങ്ങളെ വിളിച്ചു കൂട്ടി ഒരു പ്രഖ്യാപനം നടത്തുന്നു. കുണ്ടറയിൽ വെച്ച് നടന്നുകൊണ്ട് അതിനെ എന്ത് വിളിച്ചു, കുണ്ടറ വിളംബരം എന്ന് വിളിച്ചു. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, കുണ്ടറ പ്രൊക്ലമേഷൻ അതായത് എന്താണ്, പീപ്പിൾ ടു പ്രിപ്പയർ ഫോർ എൻ ആംഡ് സ്ട്രഗിൾ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഡോമിനൻസ്. ആയുധ കലാപം, ബ്രിട്ടീഷിനെതിരെ ആയുധ കലാപം നടത്താനായിട്ട് ആഹ്വാനം കൊടുക്കുന്നു. സോ വിഷയം എന്തായി, കയ്യിൽ നിന്ന് പോയി. പക്ഷേ പാലിയത്തച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്ന് എസ്കേപ്പായി. പാലിയത്തച്ഛൻ നാട് കടത്തുന്നുണ്ട്. അങ്ങനെ പാലിയത്തച്ഛൻ കൊച്ചിയിൽ നിന്ന് പോയപ്പോൾ കൊച്ചിയിലെ സപ്പോർട്ട് പോയി കിട്ടി. വേലുത്തമ്പി ദളവ ഒറ്റയ്ക്കായി പോയി. അങ്ങനെ എന്ത് പറ്റി, ട്രാവൻകൂറിന്റെ രാജാവിനും ദളവയുടെ ഈ പറഞ്ഞ പ്രക്രിയകൾ ഇഷ്ടപ്പെടാതെ വന്ന് വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു, ദിവാൻ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ദളവ സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റി. ഓക്കെ, അങ്ങനെ ബ്രിട്ടീഷുകാരും ഈ പറയുന്ന ആരാണ്, തിരുവിതാംകൂർ രാജാവും ദളവയ്ക്ക് എതിരായിട്ട് മാറും. ഓക്കെ, so the defeat by the company's army and the withdrawal of his ally പാലിയത്തച്ഛൻ from the alliance were the major setbacks for the ദളവ. അങ്ങനെ ദളവ എന്ത് ചെയ്യുന്നുണ്ട്, പണി കിട്ടി. അതായത് കൂടെ ഉണ്ടായിരുന്നവർ പോയി, യുദ്ധം പോയി, ആൾക്കാർ പെട്ടെന്ന് വരുമ്പോൾ നാട്ടുകാർ കൂടെ വരും, അവരോടി. സോ കിങ് എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ ദളവ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അങ്ങനെ ജോയിന്റ് ആർമി ഓഫ് ട്രാവൻകൂറും അതുപോലെ കമ്പനിയും
അദ്ദേഹത്തിന് എന്താ മണ്ണടിയിൽ വെച്ച് പിടിക്കപ്പെടുന്നു. അദ്ദേഹം മരിച്ചതിലും പല പല അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. മോതിരം വിഴുങ്ങിയതാണെന്നും പിടിച്ചെടുത്തതാണെന്നും കൊന്നതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്ത് പറ്റി? അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നു. സറണ്ടർ ചെയ്യുന്നതിന് പകരം സൂയിസൈഡ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹവും മരിക്കും. അതേപോലെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരെ പറ്റി പറയണം? പാലിയത്തച്ഛനെ കൂടെ പറ്റി പറയണം. അപ്പോൾ പാലിയം എന്ന് പറയുന്ന കൊച്ചിയിലെ തറവാടിലെ മെയിൻ കാരണവരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. അതായത് അവരുടെ സ്ഥാനപ്പേരാണ്. ഓക്കെ, ദളവ എന്നൊക്കെ പറയുന്ന പോലെ പാലിയത്തച്ഛനൊരു പേരല്ല, എന്താണ് സ്ഥാനപ്പേരാണ്. അത് പാലിയം എന്ന് പറയുന്ന നായർ തറവാട്ടിലെ മൂത്ത അംഗം. അദ്ദേഹമാണ് കൊച്ചിയുടെ എന്താവുന്നത്? പ്രൈം മിനിസ്റ്റർ ആകുന്നത്. ഓക്കെ, അപ്പോൾ പാലിയത്തച്ഛൻ ഫോംഡ് അലയൻസ് വിത്ത്, നേരത്തെ പറഞ്ഞ കാര്യം, പാലിയത്തച്ഛൻ ഒപ്പോസ് ദ ഇന്റർഫറൻസ് ഓഫ് ദ ബ്രിട്ടീഷ് പ്രസിഡന്റ് മെക്കാളെ ഇൻ ദ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് ദ കൊച്ചി. അവിടെ ഇത് തന്നെയാണ് പ്രശ്നം. പുറത്തുനിന്നുള്ള വന്ന് കയറി അധികാരം സ്ഥാപിച്ചപ്പോൾ നോർമലി അവിടെ ഉള്ളവർക്ക് ദേഷ്യം വരും. അത് മാത്രമല്ല, എന്തുപറ്റി? അദ്ദേഹത്തിന്റെ എനിമിക്ക്, പാലിത്തച്ഛൻ്റെ എനിമിക്ക് എന്ത് ചെയ്തു? അഭയം കൊടുത്തതും പ്രശ്നമായി. അങ്ങനെ വേലുത്തമ്പിയായിട്ട് ഒരുമിച്ച് സ്ട്രഗിൾ നടത്തുന്നു. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ മദ്രാസിലോട്ട് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. കൊന്നില്ല, നാട് കടത്തുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ ആദ്യകാല സ്ട്രഗിളുകളിൽ നമ്മൾ ആരെ പറ്റിയിട്ടൊക്കെ പഠിച്ചു? പഴശ്ശി രാജയെ പറ്റി പഠിച്ചു, വേലുത്തമ്പി ദളവയെ പറ്റി പഠിച്ചു. അതുപോലെ പഠിച്ചതാണ് ആര്? പാലിയത്തച്ഛൻ. അപ്പോൾ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. ഇനി ഇങ്ങനെ ഇരിക്കുമ്പോൾ നടന്ന മറ്റൊരു സ്ട്രഗിളാണ് എന്തെന്ന് പറയുന്നത്? കുറിച്യർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അധികാരികൾ നടത്തിയതാണെങ്കിൽ സാധാരണക്കാർ നടത്തുന്ന കലാപമാണ് എന്ത്? കുറിച്യർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോട്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിൽ എഴുതാം. കാരണം ഉടനെ നമുക്ക് നോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. 2-3 പാർട്ടൊക്കെ ആയി കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇതാണ്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളുക. ഓക്കെ, കേരള പഴശ്ശിരാജ, അദ്ദേഹത്തിൻ്റെ സ്ട്രഗിള്. ഓക്കെ, ഓരോ പോയിന്റുകളും ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി കൊടുത്തിട്ടുണ്ട്. എൻഡ് ഓഫ് ദ സ്ട്രഗിള്. അടുത്ത് വരുന്നത് എന്തുവാണ്? വേലുത്തമ്പി ദളവയാണ്. ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് കേട്ടോ. അത് ഞാൻ വീണ്ടും വിശദീകരിച്ച് ലെങ്ത് കൂട്ടുന്നില്ല വീഡിയോയിൽ. ഓക്കെ, കൊച്ചിയായിട്ടുള്ള അലയൻസ്, കുണ്ടറ വിളംബരം, അതുപോലെ എന്താണ് റിവോൾട്ട്, പാലിയത്തച്ഛൻ്റെ കേസ്. ഓക്കെ, ഇതെല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമയം പോലെ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോട്ട് എഴുതുക. കുറച്ച് കഴിയുമ്പോൾ 1-2 ക്ലാസ് ആകുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ PDF നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യാം? ഞാൻ അയച്ചു തരാം. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം, വാട്സാപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് എഴുതുക. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.